സോ ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ RPയിലകത്തുള്ള എക്യുപ്മെൻറ്റ് ഫയർ ആർം വിത്ത് ഫുൾ അറ്റാച്ച്മെൻറ്റ് ദ സെയിം ടൈം എന്ന് പറയുന്ന മിഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നതാണ്. കൂടുതൽ പ്ലേയേഴ്സിനും ഈ പറഞ്ഞ മിഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. സോ അപ്പോൾ നമുക്ക് നേരെ ആ മിഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ക്ലാസിക് മാപ്പിലാണ്. ക്ലാസിക് മാപ്പിൽ ലിവിക്കാണ് കളിക്കാൻ കുറച്ചും കൂടി നല്ലത്. ലിവിക്കാണ് നല്ലതെന്ന് പറയാൻ കാരണം അത് ആ മാപ്പിൻ്റെ അകത്താണ് കൂടുതൽ ഗണ്ണും ഈ പറയുന്ന ഈ കോയിനൊക്കെ കിട്ടാൻ കൂടുതലായി കിട്ടുന്നത്. പിന്നെയുള്ളത് ആ മിഷീൻ്റെ സൈഡിലായിട്ട് ഫ്രണ്ട് ബൂസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രണ്ട് ബൂസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട് കൊച്ചിനകത്തുള്ള ആൾക്കാരുടെ കളിക്കണം എന്നല്ല. നമ്മൾ സോളോ കളിക്കാൻ പറ്റില്ല. സോളോ കളിക്കാതെ ഡുവോ സ്ക്വാഡോ അങ്ങനെയുള്ളതകത്തും കളിക്കാം. ഡുവോ സ്ക്വാഡിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഓഫ് ആക്കിയിട്ട് കളിക്കാം. നമുക്ക് ഈ മിഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. കംപ്ലീറ്റ് ചെയ്യാനായി മാപ്പിൽ കാണുന്ന ഈ 2 ലൊക്കേഷനിൽ ഇറങ്ങുക. ഈ 2 ലൊക്കേഷനിൽ തന്നെ ഇറങ്ങണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇറങ്ങിയാൽ മതി. പക്ഷെ ഞാൻ ഇവിടെ ഇറങ്ങാൻ പറയാൻ കാരണം ഇവിടെ എനിമീസൊക്കെ ഇറങ്ങുന്നത് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങാൻ പറയുന്നത്. ഇനി ഇറങ്ങിയതിന് ശേഷം ഒന്നീ 40 കോയിൻ ഒപ്പിക്കുക, അല്ലെങ്കിൽ 2 DP ഒപ്പിക്കാൻ ശ്രമിക്കുക. ഇതെന്തിനാണ് ഒപ്പിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വീഡിയോ അവസാനമാകുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഫൈനലി അങ്ങനെ ഞാൻ 40 കോയിൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഷോപ്പിംഗ് സെൻറ്ററിലോട്ട് പോകാം. ഷോപ്പിംഗ് സെൻറ്ററിൽ ചെന്നിട്ട് 2 DPയും ഈ കാണുന്ന 2 മെറ്റീരിയലും മേടിക്കണം. ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, 2 സ്റ്റോക്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പോൾ മിഷൻ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവസാനം വരെ കളിക്കണമെങ്കിൽ കളിക്കാം, പിന്നെ വേണമെങ്കിൽ ബോംബിട്ട് ചാവണമെങ്കിൽ ചത്ത് അടുത്ത മാച്ച് കളിക്കാം. ഇതേപോലെ 5 തവണ ജയിക്കുമ്പോഴായിരിക്കും ആ മിഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്യണേ.